സിറിയ തകരും മഹ്ദി ഇമാം വരുന്നതിന് മുമ്പ് എന്ന് മുഹമ്മദ് മുസ്തഫ. കൃത്യം കൃത്യം കൃത്യം. അവരുടെ അളവ് പാത്രവും തൂക്കപാത്രവും ദരിദ്രഭാവം എന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ ഷാം ഞങ്ങൾ വിചാരിച്ച്? ഷാമിന് വേണ്ടി ഹബീബ് ദുആ ചെയ്യാത്ത കാലമില്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിനാ വ യമനിനാ. ഷാമിലും യമനിലും ബർക്കത്ത് ചെയ്യണമേ എന്ന് റസൂലുള്ളാഹി പറയാത്ത ഒരു കാലമില്ല. ആ ഷാമിന്റെ ഹൃദയമാണ് ഡമാസ്കസ്. ആ ഷാമിന്റെ റഅസാണ് ഡമാസ്കസ്. ആ ഷാമിന്റെ ശരീരമാണ് സിറിയ. അങ്ങനത്തെ ഒരു നാടിപ്പോൾ ഭൂപടത്തിൽ ഉണ്ടോ? തകർന്ന് തകർന്ന് തരിപ്പണായി. എപ്പോഴാണ് മഹ്ദി വരിക എന്ന് ചോദിച്ചപ്പോൾ അത് ഷാം വെണ്ണീർ പോലെയാകുന്ന കാലത്ത് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. വെണ്ണൂരല്ലേ ഷാം? എന്ന് വെണ്ണൂരല്ലേ? ഇറാഖിലെ ജനങ്ങൾ ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി കടിപിടി കൂടുന്ന കാലത്ത് മഹ്ദി ഇമാം പ്രത്യക്ഷപ്പെടും എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി ഇറാഖികൾ കടിപിടി ഓടും. ഏറ്റവും മനോഹരമായ നാടല്ലേ ഇറാഖ്? ഇറാഖിലല്ലേ മെസോപ്പൊട്ടോമിയ? ഇറാഖിലല്ലേ യൂഫ്രട്ടീസും ടൈഗ്രീസും? സ്വർഗവുമായി ബന്ധപ്പെട്ട രണ്ട് പുഴകളല്ലേ യൂഫ്രട്ടീസും ടൈഗ്രീസും? അതല്ലേ ഇറാഖിലുള്ളത്? നിങ്ങൾ എന്താ വിചാരിച്ച്? വല്ലാത്ത നാടല്ലേ ഇറാഖ്. എവിടെയും എവിടെയും നന്മയുള്ള ഒരു നാടാണ്, സമൃദ്ധിയുള്ള നാടാണ് ഇറാഖ്. എന്താ നിന്റെ അവസ്ഥ? മുസ്ലിമീങ്ങളെ ചിന്തിക്കണം. فمحمدنا هو سيدنا فالعز لنا لإجابته الله والله والله والله. إمران القدس خراب يثربا وخراب يثربا خروج الملحمة وخروج الملحمة فتح قسطنطينية وفتح قسطنطينية خروج الدجال محمد مصطفى. ബൈത്തുൽ മുഖദ്ദസും പരിസരവും മഞ്ഞാരിനപ്പെട്ടാൽ, അതിൽ പുതിയ പുതിയ ഭരണ പരിഷ്കാരങ്ങൾ ഉണ്ടായാൽ മദീന തകരും എന്ന് മുഹമ്മദ് മുസ്തഫ. ഇമ്രാനുൽ ഖുദ്സി ഖറാബു യത്രിബാ. ഖുദ്സിൽ പുതിയ ഭരണമാറ്റങ്ങളും പരിഷ്കരണ പ്രവർത്തനങ്ങളും നടന്നാൽ മദീന തകരുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ നോക്കി ഇനി എന്താ അവിടെ അന്യാധീനപ്പെടാനുള്ളത്? ഇമ്രാനുൽ ഖുദ്സി ഖറാബു യത്രിബാ. ഖുദ്സ് എന്നാൽ ജെറൂസലേം. അത് തകർന്നാൽ, അതിൽ പുതിയ പുതിയ പരിഷ്കരണങ്ങളും മാറ്റങ്ങളും വന്നാൽ മദീന തകരുമെന്ന് മുഹമ്മദ് മുസ്തഫ. വഖറാബു യത്രിബാ ഖുറൂജുൽ മൽഹമ. മദീന തകർന്നാൽ യുദ്ധങ്ങൾ തുടങ്ങും എന്ന് മുഹമ്മദ് മുസ്തഫ. എത്ര റിവായത്ത് നിങ്ങൾക്ക് കാണിക്കണം ഈ വിഷയത്തിലൊക്കെ? എത്രയാണ് ഈ വിഷയത്തിലൊക്കെ ഹദീസുള്ളത്? മുത്ത് മുഹമ്മദ് മുസ്തഫ. മദീന തകർന്നാൽ യുദ്ധങ്ങൾ തുടങ്ങും. യുദ്ധം, എവിടെയും യുദ്ധം. മദീന തകർന്നാൽ യുദ്ധങ്ങൾ തുടങ്ങും. യുദ്ധങ്ങളുടെ അവസാനം പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കലായിരിക്കും. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കപ്പെട്ടാൽ പിന്നെ ദജ്ജാൽ പുറത്തു വരും എന്ന് മുഹമ്മദ് മുസ്തഫ. എത്രയാണ് ഇതിലൊക്കെ ഇനി ഹദീസ് കിടക്കുന്നത്? എന്താണ് ആകാത്തത്? ചിന്തിച്ചു നോക്ക്. എന്താണ് ആകാത്തത്? മുസ്ലിമെ ചിന്തിക്കണം. എന്താണ് ആകാത്തത്? മുസ്ലിമേ, നിങ്ങൾ എന്ത് ചെയ്യുമെന്നോ? നിങ്ങൾ ചാണിന് ചാണായി മുളത്തിന് മുഴമായി നിങ്ങൾ അന്യരെ പിന്തുടരും. അത് വന്നാലി പിന്നാലി അവരെ ചെരുപ്പിന് നിങ്ങൾ ചെരുപ്പൊപ്പിക്കും. ഹിജാസിൽ ഇന്നത്തെ പണി എന്താ? സിനിമകൾ ഉദ്ഘാടനം. ഓരോ ആഴ്ചയിലും ഹിജാസിൽ സിനിമകൾ ഉദ്ഘാടനമാണ്. പെണ്ണുങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, സ്വന്തം കാർ ഓടിച്ച് വന്ന് സിനിമേന്റെ ടിക്കറ്റ് എടുത്ത് നേരെ കയറുക. ആര്? പർദ്ദ ധരിച്ചിരുന്ന പെണ്ണുങ്ങൾ. സൂക്ക് മുഴുവൻ അറിയില്ല. ഏതാ നാട്? ഹിജാസ്. അവിടെയാണ് ലോകത്തെ പൂമാൻ വന്നത് മുഹമ്മദ് മുസ്തഫ.
ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. ചിന്തിക്ക് മുഅ്മിനെ. വളരെ ഇതാണ് ഖറാബ് യത്രിബ. ഖറാബ് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ വിചാരിച്ച അർത്ഥമായി കൊള്ളം എന്നില്ല. ഖറാബ് യത്രിബ, മദീന തകരുക എന്ന് പറഞ്ഞാൽ മദീനയിലെ സംസ്കാരം തകരുക എന്നും അർത്ഥമാകാം. ഖറാബ് യത്രിബ എന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ മദീനയിലെ സംസ്കാരം? യാ അയ്യുഹൻ നബിയ്യു ഖുൽ അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന. ഇതാണ് മദീനയിലെ സംസ്കാരം. മുഖം മറച്ചിട്ട് അതിന്റെ ഒരു അല്പഭാഗം താഴ്ത്തിയിട്ടിട്ട് നെഞ്ചുകൂടി മറച്ച് സമ്പൂർണമായി പൊതിഞ്ഞ് നടക്കുന്ന പെണ്ണുങ്ങളുടെ കാലഘട്ടമാണ് മദീനയിൽ നടന്നിട്ടുള്ളത്. അതാണ് അട്ടിമറിയുന്നത്. അത് അട്ടിമറിയാണ്. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? അത് അട്ടിമറി. അതായിരിക്കും ഖറാബ് യത്രിബ. മദീന തകരുമെന്ന് മുഹമ്മദ് മുസ്തഫ. മദീന തകർന്നാൽ പിന്നെ യുദ്ധങ്ങൾ തുടങ്ങും. മദീന തകർന്നാൽ യുദ്ധങ്ങൾ തുടങ്ങും. യുദ്ധങ്ങൾ തുടങ്ങിയാൽ പിന്നെ നേരം വൈകുകയില്ല. പിന്നെ എന്താ നടക്കുക? ഖുറൂജു ദജ്ജാൽ പുറത്തു വരും എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിനക്ക് സമയമായില്ലേ? ഇനിയുള്ള കാലഘട്ടം ജനങ്ങളെ ഭയാനകമായ കാലഘട്ടമാണ്. ഇനിയുള്ള കാലഘട്ടം മനുഷ്യരെ ആ ഖബറിൽ കിടക്കുന്നത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിചാരിക്കുന്ന കാലമാണ് കാലം. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് ഓടിക്കോളൂ ജനങ്ങളെ. നമുക്ക് അല്ലാഹുവിലേക്ക് ഓടാം. അല്ലാഹുവിലേക്ക് ഓടിയാലോ ഇവിടെയും അവൻ രക്ഷപ്പെടുത്തും, അവിടെയും രക്ഷപ്പെടുത്തും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അവനല്ലാതെ ഒരാൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. അവൻ രക്ഷപ്പെടുത്തിയാലോ അവൻ നിങ്ങളെ സഹായിച്ചാൽ പിന്നെ നിങ്ങളെ ജയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ചിന്തിക്ക്. അല്ലാഹു ഒരാളെ രക്ഷപ്പെടുത്തും. ഒരാളെ തീരുമാനിച്ചാൽ, നന്നാക്കിയാൽ നിങ്ങൾ ചിന്തിക്ക്. ബഹുമാനപ്പെട്ട മസ്ജിദുൽ ഹറാമിലെ പരിശുദ്ധ കഅബാലയത്തിലെ ഹജറുൽ അസ്വദിന്റെയും മഖാം ഇബ്രാഹിമിന്റെയും ഇടയിൽ വന്നൊരു മനുഷ്യൻ ഇങ്ങനെ രാത്രി ഇങ്ങനെ ഇരിക്കും. ഒരു സാധുവായ മനുഷ്യൻ. അയാളെ പേര് മുഹമ്മദ് എന്നായിരിക്കും. മുത്തുനബി അല്ലട്ടാ, കേട്ടോളൂ, സംഭവം പറയാൻ പോവാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു സാധുവായ മനുഷ്യൻ. ഇനി നടക്കാൻ പോണതാ. ഇതുവരെ നടന്നിട്ടില്ല. ഇനി നടക്കാനായിട്ടുണ്ട്. ഹജർ റസൂലിന്റെ മൂലയുടെയും മഖാം ഇബ്രാഹിമിന്റെയും കൂടെ ഇടയിൽ രാത്രി വന്നിട്ട് ഒരാൾ ഇങ്ങോട്ട് ഇരിക്കും. അപ്പോൾ അപ്പോൾ മക്കാരും മദീനക്കാരും ഇറാഖികളും വന്ന് ബൈഅത്ത് ചെയ്യും. നിങ്ങളാണ് നേതാവ് എന്ന് പറയും. ഒരു രാത്രി കൊണ്ട് അല്ലാഹു അദ്ദേഹത്തെ എന്തിനും പോന്ന മഹാനാക്കി മാറ്റും. ഒരു രാത്രി കൊണ്ട്. അതിന് മുമ്പ് അദ്ദേഹം മദീനയിൽ ദർസിലും മറ്റും ഓതി നടന്നിരുന്നത് സാധുവായ കുട്ടിയായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവണില്ല ആരെ പറ്റിയാ പറഞ്ഞത്? മഹദി ഇമാം. അല്ലാഹു വിചാരിച്ചാൽ ഒരു രാത്രി മതി. കരാട്ട പഠിച്ച ആളൊന്നല്ല. ആര്? മഹദി. ഒരു കരാട്ടിയല്ല, ഒരു ബ്ലാക്ക് ബെൽറ്റും അല്ല. കുട്ടി ഇങ്ങോട്ട് എണ്ണീറ്റ് ചെന്നാൽ എല്ലാവരും താലുണ്ട് താഴ്ത്തു. ഒരു രാത്രി കൊണ്ട് എന്തിനും പോന്ന ആളാക്കി അദ്ദേഹത്തെ അല്ലാഹു മാറ്റും. അദ്ദേഹത്തോട് എതിരിട്ടവൻ ഒന്നല്ലല്ലോ പടച്ചോനെ. അതിനു മുമ്പോ അങ്ങനെ ആളുണ്ടെന്ന് ആരും അറിയില്ല. മദീനക്കാരനാ. അതൊക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതേ അവിടെ അങ്ങനെ ദർസും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു വിടുന്ന സാധു കുട്ടി. എന്താ പേര്? മുഹമ്മദ്. ബാപ്പാടെ പേര് അബ്ദുള്ള. മുഹമ്മദ് എന്ന് പേരുള്ള ഒരാള്. പിന്നെ ഒരു സമയത്ത് ജനങ്ങൾ നിർബന്ധാവസ്ഥയിൽ നാടാകെ അങ്ങനെ നശിക്കുന്നൊരു ഘട്ടം വരും. അങ്ങനെ വന്നിട്ട് അദ്ദേഹം മഖാം ഇബ്രാഹിമിന്റെയും ഹജറുൽ അസ്വദിന്റെയും മൂലന്റെ ഇടയിൽ വന്നിങ്ങനെ ഇരിക്കും. ഒരു രാത്രി ഹറമിൽ തവാഫിൽ ആളുകൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കവേ അയാൾ അവിടെ വന്നിരിക്കും.
അപ്പോഴത്തിന് മക്കക്കാർ വരും, മദീനക്കാർ വരും, ഇറാഖികൾ വരും, ബയാത്ത് ചെയ്യും. പിറ്റേ ദിവസം അദ്ദേഹം പുറപ്പെടും യൂറോപ്പിലേക്ക്. അദ്ദേഹം പുറപ്പെടുമ്പോഴത്തെ യൂറോപ്പ് തകർന്ന് തരിപ്പണമാകും. യൂറോപ്പിന് അദ്ദേഹത്തെ എതിരിടാൻ കഴിയുകയില്ല. അദ്ദേഹത്തിന്റെ കയ്യിലോ ആയുധവുമില്ല, ഒന്നുമില്ല. യൂറോപ്പിന്റെ കയ്യിൽ അന്ന് എല്ലാ സന്നാഹം ഉണ്ടാവും, ഇയാളെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. ഇയാൾ ആയുധം പിന്നെ എന്തിരിക്കും നബി എന്ന് ചോദിച്ചു. അത്തസ്ബീഹ് വത്തഹ്ലീൽ വത്തക്ബീർ വത്തഹ്ലീൽ വത്തഹ്മീദ് വത്തഹ്ലീൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി التسبيح والتحميد والتهليل والتكبير سبحان الله والحمد لله ولا اله الا الله والله اكبر. ഇതായിരിക്കും അദ്ദേഹത്തിന്റെ ആയുധം എന്ന് മുഹമ്മദ് മുസ്തഫ. യൂറോപ്പിന്റെ കയ്യിൽ എല്ലാ ആയുധം ഉണ്ടാവും, ഇയാളെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. ഇയാൾ അവിടുന്ന് പിറ്റേന്ന് കണ്ട് നീക്കുമ്പോഴത്തിന് യൂറോപ്പ് തകർന്നിട്ടുണ്ടാവും. അമേരിക്കയുടെ വിമാനം അന്ന് പൊന്തൂല. ഫ്ലൈറ്റിന് ചാവി കൊടുത്താൽ അതൊന്ന് സ്റ്റാർട്ടാകണ്ടേ, ഇയാൾ വിചാരിക്കാതെ സ്റ്റാർട്ടാവൂല. അതിനുള്ള അധികാരം ആര് കൊടുത്തിട്ടുണ്ട്? അള്ള കൊടുത്ത്. നിങ്ങൾ എന്താ വിചാരിച്ച് എല്ലാ കാറും ഓഫാകുന്ന ദിവസം വരാൻ പോകുന്നുണ്ട്? ആ മനുഷ്യൻ വിചാരിക്കാതെ ഓണാവില്ല. അദ്ദേഹം സാഹിബുൽ വക്തായിരിക്കും, അന്നത്തെ വക്തിന്റെ ആൾ അദ്ദേഹമായിരിക്കും. അല്ലാഹുവേ, നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാവും എന്തിനാ ഞാൻ പറഞ്ഞു തന്നാൽ, അള്ളാഹ് വിചാരിച്ചാൽ നടക്കാത്തൊരു കാര്യവും ഇല്ല, ഒന്നുമില്ല. അപ്പൊ അള്ളാനെ പൊരുത്തപ്പെടിയേക്കണം, അള്ളാനെ തൃപ്തിപ്പെടിക്കണം. തൃപ്തിപ്പെടുക്കണമെങ്കിൽ എന്താ? അവനവൻ ചെയ്യുന്നത് ഇഖ്ലാസോട് കൂടി ചെയ്യാം. ചായയാണ് സങ്കല്പിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. സങ്കല്പിക്കാം, ചായ രണ്ട് നിലക്കെടുക്കാം. ഒന്ന്, ആ ചായ കുടിച്ചാൽ തന്നെ ഒരു കവിള് കൊണ്ട് കുടിച്ചാല് റാഹത്താണോ? അങ്ങനത്തെ ചായങ്ങൾ കുടിച്ചിട്ടില്ലേ? നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ് മനുഷ്യന്മാര്. രണ്ടാമത്തെ ഒരവസ്ഥ മനസ്സിലായില്ല പറഞ്ഞത്. രണ്ടാമത്തെ ഒരവസ്ഥ ചായ എന്ന് പറഞ്ഞാൽ കുടിച്ച് ബായിൽ അങ്ങോട്ട് ആയിപ്പോയാല് ഇറക്കാനും വയ്യ. പറ ഇന്നത്തെ ചായ ഒന്നും അറിയില്ല, ഇതല്ല വല്ല മുളക് വെള്ളമാണോന്നും അറിയില്ല. അങ്ങനത്തെ ചായയും ചിലപ്പോൾ നമ്മൾ പീടിയെന്ന് കുടിക്കലുണ്ട്. ഒന്ന് പറയും മനുഷ്യന്മാരെ, നിങ്ങളിപ്പോ പറമ്പിൽ ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് രണ്ടവസ്ഥ ഉണ്ട്, രണ്ട് നിലക്ക് ചായ തരാം. ക്ലാസ് വയറ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിലുള്ള ഒരു ചായ, ഒരു കവിളുള്ള ഈ ചായ എങ്ങനെ തന്നാൽ ആ ചായ നല്ല ചായ ആണെങ്കിൽ എനിക്ക് ഇനി ഇവിടുന്ന് പോയിട്ട് ഒരു 1000 സ്ഥലത്ത് വയറ് പറഞ്ഞാലും നിങ്ങളെ നാട് ഞാൻ മറക്കൂല. കാരണം എന്തുകൊണ്ട്? അവർ നമ്മളെ ആത്മാർത്ഥമായിട്ട് മൂല്യർക്ക് കൊടുക്കണം, നല്ല നിലക്ക് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ചായ ഉണ്ടാക്കിയത്. രണ്ടാമത്തെ നിലക്കും ഞങ്ങളെ മറക്കൂല. മനസ്സിലായില്ല? പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, ഒരു 4 മാസം കഴിഞ്ഞിട്ട് പിന്നെ പറമ്പിൽ ബസാറുകാർ വിളിച്ച്, അല്ല ഉസ്താദെ നിങ്ങൾക്ക് ഡേറ്റ് ഉണ്ടോ ഒന്ന് വരണം. അപ്പൊ പറയാം, അപ്പൊ കഴിവ് പറയും. വല്ലാതെ നിർബന്ധിച്ചാൽ പറയും, ഏതായാലും എന്നെ അങ്ങോട്ട് നിർബന്ധിക്കല്ലേ, എനിക്ക് അണ്ണിന്റെ അവിടെ ഉണ്ടായ അണ്ണി കൂടിയത് ഇപ്പോഴും മാറിയിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതന്നെ അള്ളാന്റെ കാര്യം. അള്ളാഹ്ക്ക് നമ്മൾ ചെയ്യണത് ഇഖ്ലാസോട് കൂടി ചെയ്താൽ അള്ളാഹ്ക്ക് നമ്മളോട് വല്ലാത്ത സന്തോഷം ഉണ്ടാവും. നമുക്ക് നേരെ മറിച്ച് ഇതൊക്കെ ആർക്കാണോ വേണ്ടിയുള്ള കളി കളിക്കാണോ അള്ളാഹ് കൈകാര്യം ചെയ്യും. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ അട്ടിമറിക്കാൻ അള്ളാഹ് ഒരു ദിവസം മതി. ഒന്നും വേണ്ട, മഹ്ദി ഇമാമിന്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്റും ചൊല്ലി നടക്കും മഹ്ദി ഇമാം. ഒക്കെ അട്ടിമറി. ബീരാനലി പാപ്പ എന്നൊരാളുണ്ടായിരുന്നു അമ്പം കൊണ്ടിട്ട്. നിങ്ങൾ അറിയാവോ? ബീരാനലി പാപ്പാനെ സിയാർത്ത് ചെയ്ത ഒരു സദസ്സിലുണ്ടെങ്കിൽ കയ്യൊന്തിക്ക്. മണ്ണാർക്കാട് അമ്പം കൊണ്ടത്ത് വഫാത്തായി കിടക്കുന്ന ബീരാനലി പാപ്പ എന്നൊരു മഹാനുണ്ട്, മരിച്ചുപോയി. വലിയ മഹാനാണ്, വലിയ സ്വാലിഹായ വലിയ മഹാനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഇങ്ങനെ ദിക്ർ ചൊല്ലി നടക്കും. അങ്ങനെ നിലമ്പൂരിൽ ഇങ്ങനെ മുഗൾ ഭാഗത്ത് ഇങ്ങനെ ദിക്ർ ചൊല്ലി ഇങ്ങനെ വരിക. 50 കൊല്ലം മുമ്പുള്ള കഥ പറയാണ്. എൻ്റെ വല്യപ്പനോട് പലവട്ടം പറഞ്ഞ കഥയാണ്. ഇതൊക്കെ മഷൂറായ കഥയുമാണ്. നട്ടുച്ച നേരത്തെ ദിക്റും ചൊല്ലി മൗലിയ പാപ്പ ഇങ്ങനെ വരിക. വരുന്നതിന് ഇടയിൽ പീടികയിൽ വലിയ കച്ചവടക്കാരൻ പീടികയിൽ പൈസ വാങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾ ഈ ഔലിയ അങ്ങനെ വലിയ ഇങ്ങനെ ദിക്റും ചൊല്ലി പോകുന്ന അയാൾക്ക് അത്ര രസിച്ചില്ല. അയാള് പറഞ്ഞ്, എന്താ ഇയാൾക്കൊരു പന്നിയുടെ ഒച്ച, എന്താ ഇയാൾക്കൊരു പന്നിയുടെ ശബ്ദം എന്ന് പറഞ്ഞു.
അപ്പോഴത്തിന് വീരനല്ല ബാപ്പ കുറച്ച് ദൂരത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് എൻ്റെ ബാപ്പയും വല്യാപ്പയും എന്നോടും എത്രയോ തവണ പറഞ്ഞ കഥയാണ്. ഇത് മഷൂറുമാണ്, ഇത് രേഖപ്പെടുത്ത ചരിത്ര. ബഹുമാനപ്പെട്ടവർ കുറച്ച് ദൂരത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞു, എന്നാ അത് വരുന്നടാ പന്നി എന്നറിഞ്ഞു. നട്ടൊച്ച നേരത്ത് നിലമ്പൂർ അങ്ങാടിയിലേക്ക് പന്നിയുണ്ടിറങ്ങി, കുത്തിനെ ശരിയാക്കി. അള്ളാൻ്റെ അടിമകൾ അങ്ങനെയാണ്, അവരൊരാൾക്ക് തൊടാൻ പറ്റൂല. മനസ്സിലുണ്ട് പറഞ്ഞത്. എവിടുന്നാ വന്നറിയില്ല, എവിടുന്നാ പോയി എന്നറിയില്ല. കഅബാലയം തകർക്കാൻ വേണ്ടി അബറാത്ത് വന്നു, അബാബിൽ പക്ഷികൾ വന്നു. അബാബിൽ എന്നൊരു പക്ഷി ഇല്ലെന്നെ, എന്നൊരു പക്ഷി തന്നെ ദുനിയാവിലില്ല. അബാബിൽ പക്ഷിയാണെങ്കിൽ പിന്നെ തൊയ്റൻ അബാബിൽ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. കാക്ക എന്ന കിളി എന്നാരെങ്കിലും പറയലുണ്ടോ? ഒന്നെനിക്ക് കൂടിത്തരും മനുഷ്യന്മാരെ. കാക്ക എന്ന് പറഞ്ഞാൽ അതിനെ തിരിയില്ലേ? കാക്ക, കൊക്ക്, കൊക്ക് എന്ന കിളി എന്നാരെങ്കിലും പറയോ? പറയും മനുഷ്യന്മാരെ. തൊയ്റൻ അബാബിൽ, അബാബിൽ എന്ന കിളി എന്നാ. അബാബിൽ എന്ന കിളി എന്തിനാ പറയുന്നത്? അബാബിൽ കിളി അല്ലാത്തോണ്ട്, കിളിന്റെ കോലത്തിൽ വന്നതാണ്. അത് അള്ളാന്റെ ജുനൂദാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. കാക്ക എന്ന കിളി എന്ന് പറയണോ? പറയും മനുഷ്യന്മാരെ, അങ്ങനെ പറയണ്ടല്ലോ. പ്രാവ് എന്ന കിളി അങ്ങനെ പറയണോ? കൊക്ക് എന്ന കിളി അങ്ങനെ പറയണോ? കൊക്ക് എന്ന് പറഞ്ഞ പോലെ കാക്ക, കൊക്ക്, പ്രാവ്. അബാബീൽ എന്ന കിളിയെ അയച്ചു. അബാബീൽ കിളിയാണെങ്കിൽ പിന്നെന്തിന് ത്വയ്റൻ അബാബീൽ എന്ന് പറഞ്ഞു? അപ്പോൾ അബാബീൽ കിളിയല്ല, അബാബീൽ ജുനൂദുല്ലാഹ് യൻസുറുല്ലാഹു ബിഹാ ഇബാദഹു. അല്ലാഹു ആവശ്യം വന്നാൽ തന്റെ അടിമകളെ സഹായിക്കുന്ന പട്ടാളമാണത്. അന്നാ പട്ടാളം വന്നത് കിളിയായിട്ടാണ്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അന്ന് ആ പട്ടാളം വന്നത് കിളിയായിട്ടാണ്. ഇനി വേറെ പോലത്തും പറയാം. കോഴിക്കോട്ടെ കടപ്പുറത്തെ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യമനങ്ങാട് ഏനിക്കുട്ടി മുസ്ലിയാർ എന്നൊരു മഹാനുണ്ടായിരുന്നു അത്രേ പണ്ട്. അദ്ദേഹം ദിക്ർ ചൊല്ലി നടക്കും രാത്രിയായാൽ. അങ്ങനെ ദിക്ർ ചൊല്ലി നടക്കുമ്പോൾ ബ്രിട്ടീഷ് പട്ടാളം, പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത്, അദ്ദേഹത്തെ കണ്ടുമുട്ടി. നൈറ്റ് പട്രോളിങ്ങിന് ഇറങ്ങിയ പോലീസുകാർ കണ്ടുമുട്ടി. ഇങ്ങനെ ഞാൻ ഒരു ദീനി കാര്യത്തിന് പോയി വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളെ നമ്മളെ പരിശോധിക്കണം എന്ന് പറഞ്ഞു. കാരണം അക്കാലത്ത് മുസ്ലിംമാർ ബ്രിട്ടീഷുകാർക്കെതിരെ പണിയെടുക്കുന്ന കാലമാണ്. അങ്ങനെ വല്ലാതെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ശംസുൽ ഉലമയുടെ പ്രസംഗം ഞാൻ കേട്ടതാണ്. ഇത് കേട്ട ആയിരക്കണക്കായ ആളുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്, കേട്ടവരുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പട്ടാളത്തിനെ വിളിക്കേണ്ടിയിരുന്നാണ്. ഏനിക്കുട്ടിയില്ലേ? അപ്പോൾ ബ്രിട്ടീഷുകാർ വിചാരിച്ച് ഇത് ഒറിജിനൽ ഭീകരവാദി തന്നെ, കാരണം പട്ടാളത്തിന് വിളിക്കുന്നല്ലോ. അപ്പോഴത്തേന് അവർ ബിസിലടിച്ചപ്പോഴത്തിന് പട്ടാളക്കാർ നിറഞ്ഞു. അപ്പോൾ അദ്ദേഹം കൈ എങ്ങനെ കൊട്ടിയിരുന്നു. കൈ കൊട്ടിയപ്പോഴത്തിന് ചെന്നായ്ക്കളും കുറുനരികളും കൂടെ വന്നിട്ട് നേരെ ബ്രിട്ടീഷ് പട്ടാളത്തെ വളഞ്ഞു. മനസ്സിലായില്ല? ഇത് ഞാൻ എവിടുക്കാ കൊണ്ടുവന്നത്? വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. ചിലപ്പോൾ കിളിയായി വരും, ചിലപ്പോൾ നരിയായി വരും. ഇതൊക്കെ അള്ളാന്റെ പട്ടാളാണ്. ആ അള്ളയും മരിച്ചിട്ടില്ല, പട്ടാളവും മരിച്ചിട്ടില്ല. ഇവരൊക്കെ മരിച്ചിട്ടുള്ളൂ. അബറാത്ത് മരിച്ചു, ഏനിക്കുട്ടികളും മരിച്ചു, അത് പറഞ്ഞ ശംസുൽ ഉലമയും മരിച്ചു, അള്ളയും മരിച്ചിട്ടില്ല. പറയും പട്ടാളവും മരിച്ചിട്ടില്ല. അങ്ങനെ പിടിക്കണം. പക്ഷെ എന്ത് വേണം? അള്ളാനെ തൃപ്തിപ്പെടുത്തണം. മൻ കാന ലില്ലാഹ് കാന അല്ലാഹു ലഹു. മൻ കാന ലില്ലാഹ് കാന അല്ലാഹു ലഹു. ഒരാൾ അല്ലാഹുവിന് വേണ്ടിയായാൽ അല്ലാഹു അവന് വേണ്ടിയാവും. അള്ളാനെ തൃപ്തിപ്പെടുത്തണം, അള്ളാനെ തൃപ്തിപ്പെടുത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. നീട്ടുന്നില്ല. അള്ളാനെ പിടിക്കണം, അള്ളാനെ തൃപ്തിപ്പെടുത്തണം. അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കണം, ഇഖ്ലാസോടുകൂടി നിസ്കരിക്കണം. അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കണം, ഇഖ്ലാസോടുകൂടി നിസ്കരിക്കണം. അള്ളാഹ്ക്ക് വേണ്ടി നോമ്പ് നോൽക്കണം, ഇഖ്ലാസോടുകൂടി നോമ്പ് നോൽക്കണം. അള്ളാഹ്ക്ക് വേണ്ടി മക്കളെ വളർത്തണം. അള്ളാഹിന്റെ നിയമങ്ങൾ അനുസരിച്ചാണ് അവരെ വളർത്തേണ്ടത്. അവര് ദേഷ്യപ്പെടുന്നത് നമ്മൾ നോക്കേണ്ടതില്ല. ഈശ നിസ്കരിച്ച പൊരിന്ന്, ഈശാന്റെ നേരായ പൊരിന്ന് പോകാൻ പറ്റൂല എന്ന് ഏത് മകനോടും പറയണം.
ഇവിടുന്ന് എവിടേക്കും പോകാൻ പറ്റൂല. എന്തുകൊണ്ട്? കാന യക്റഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കലാമ ബഅദൽ ഇശാഇ. ഇശ കഴിഞ്ഞാൽ വർത്തമാനം പറയുന്നത് പോലും നബിക്ക് വെറുപ്പാണ്. സ്വഹീഹുൽ ബുഖാരി. ഇശ കഴിഞ്ഞാൽ പന്തളിക്കല്ല, എന്തുപോലും പറയും, വർത്തമാനം പറയുന്നത് പോലും റസൂലുള്ളാഹിക്ക് വെറുപ്പാണെന്ന് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിം. അവിടെ ബഹുമാനപ്പെട്ട ശറഹ് മുസ്ലിമിൽ ഇമാം നബവി തങ്ങൾ കൊടുക്കുന്നുണ്ട്, 2-3 കാര്യത്തിന് വേണ്ടി അല്ലാതെ ഇശാന്റെ ശേഷം സംസാരിക്കരുത്. 1 ലിദ്ദിക്രി, 2 ലിൽ വഅളി, 3 വൽ മിസാഹി മഅ സൗജതിഹി മാലം യഖ്ഷ ഫൗത സുബ്ഹി. സുബഹി നഷ്ടപ്പെടുന്നതിനെ ഭയപ്പെടാത്ത രൂപത്തിൽ ഭാര്യയുമായി സല്ലാപ സംസാരത്തിൽ ഏർപ്പെടാം. വഅളു അറിയാം, ദിക്റെല്ലാം. ഇത്തരം കാര്യത്തിനല്ലാതെ നാവ് ഉപയോഗിക്കാൻ പാടില്ല. എന്തിനു ശേഷം? ഇശാക്ക് ശേഷം. അപ്പൊ നമ്മൾ മകൻ അങ്ങനെ പറഞ്ഞാൽ മക്കൾ നാട് വിട്ടു പോകും. നാട് വിട്ടുപോയിക്കോട്ടെ, അയെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ തടിമന്ന് ഒഴിവാക്കിയല്ലോ സാധനം. ഇതിന്റെ മേശറിൽ നിന്ന് കൊടുക്കാൻ നിൽക്കുന്നു. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? വെള്ളത്തിൽ ചാടിയാൽ പിന്നെ കമ്പിളി കൊണ്ട് നമ്മൾ മുങ്ങുന്നു കണ്ടാൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങണതിന് മുമ്പ് തന്നെ കമ്പിളി വലിച്ചെറിയാല്. ഒന്ന് പറയും എന്റെ മനുഷ്യന്മാരെ, നിങ്ങളാരും പുഴയും വെള്ളവും കണ്ടിട്ടില്ലേ? കമ്പിളി നല്ലതാണ്. അങ്ങനെ കനം കൂടിയ ഒരു പ്രശ്നം എന്താന്ന്, വെള്ളത്തിൽ നിന്ന് കനം കൂടിയാൽ നമ്മളെ ജീവനും കൊണ്ടേ പോകുള്ളൂ. അപ്പോൾ അത് വെള്ളത്തിൽ ചാടാന്ന് കണ്ടാൽ പിന്നെ നല്ലത് കമ്പിളി ഒഴിവാക്കലാണ്. ചിലപ്പോ തുണിയും കുപ്പായം വരെ ഒഴിവാക്കേണ്ടി വരും. എന്തേ അങ്ങനെ തന്നെ അല്ലേ? നിങ്ങളാരും നീന്തിയിട്ടില്ലേ മനുഷ്യന്മാരെ? പറഞ്ഞത് മനസ്സിലായോ? കാര്യം കൂടി നടക്കുകയാണെങ്കിൽ തുണിയും കുപ്പായം അലങ്കാരാണ്, കമ്പിളി അലങ്കാരാണ്, കോട്ട് അലങ്കാരാണ്. ഞാനിപ്പോ ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് വന്നു നോക്കാം. വയറിന് ഞാനൊരു കോട്ടും തലയിൽ കെട്ടും ഒക്കെ കെട്ടി ഇങ്ങനെ തോട്ടൊക്കെ ഇട്ട് ഇത്തരൊക്കെ ഇട്ട് അങ്ങനെ വന്ന് അൽഹംദുലില്ലാഹ് കാസിമിനെ കാണാൻ നല്ല ചൊർക്ക്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തോണിയിൽ അക്കരെ കടത്തി തരുമ്പോൾ തോണി മുങ്ങാണെങ്കിലോ അതുവരെയുള്ള ചൊർക്ക് അപ്പൊ പോകും. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? പിന്നെ ഞങ്ങൾ അക്കരെ കടന്നാ പറയും, എന്ത് ഞങ്ങളൊക്കെ കഴിച്ചില്ലായി, കാസിമി കോട്ടിട്ട് വന്നതുകൊണ്ട് മൂപ്പരെ കാണാനല്ലോ. അള്ളാഹു അങ്ങനെ തന്നെയല്ലേ? ചിന്തിക്ക്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്ക് തല കൊടുത്തിട്ട് ചിന്തിക്ക്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്താ നല്ലത്? ഇതൊക്കെ നമുക്ക് നല്ലതാണ്. മക്കളൊരു കോട്ടാണ്, അത് അൽമാലു വൽ ബനൂന. അതുകൊണ്ട് തന്നെ ഞാൻ കോട്ടിനോട് ഉപമിച്ചത്. മക്കളൊരു കോട്ടാണ്, മുതലൊരു കോട്ടാണ്, മക്കളൊരു കോട്ടാണ്. അക്കര അലങ്കാരാണ്. എപ്പോഴൊക്കെ നല്ല നിലക്കാണെങ്കിൽ, ഇല്ലെങ്കിൽ അതൊക്കെ വലിച്ചൊഴിവാക്കാനല്ലേ. വെള്ളത്തിൽ ചാടുകയാണെങ്കിൽ വലിച്ചെള്ളാല്ലേ. പറ്റൂല എന്ന് പറഞ്ഞു. അവര് പറ്റണ്ട, ഈ വണ്ടി വിട്ടോ, എനിക്ക് കുതിര വിടാനുള്ള സ്ഥലമല്ല ഈ വരാ എന്ന് പറയാം. ഇത് ലോഡ്ജല്ല, ഇതിൻ്റെ പോലെയാണ്. ഇതിൻ്റെ വാപ്പ എനിക്ക് എൻ്റെ വാപ്പ അടിച്ച് വളർത്തിയിട്ട് എന്നെ വടിച്ച് വളർത്തിയിട്ട് എനിക്ക് തന്ന ആ ഭൂമിയാണ്, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഭൂമിയാണ്. ഇത് നിനക്ക് ലോഡ്ജല്ല, ഞാൻ പോവാണെന്നാ ഇജ്ജ് പോയിക്കോ. ഏതായാലും മാഷറിയിൽ നിന്ന് തല്ലുണ്ടാക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് പിരിയുന്നത് നല്ലതാണ്. അള്ളാഹു പൊരുത്തപ്പെട്ടാനാണെങ്കിൽ അവൻ തിരിച്ചു വരും. അള്ളാഹു പൊരുത്തപ്പെടാത്തവനാണെങ്കിൽ അവൻ വേഗം പോകലാണ് നമുക്ക് നല്ലത്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്തിന് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ ചിന്തിക്കണം. ഇന്ന് കുട്ടികളെ എങ്ങനെ വളർത്തുന്നത് നമുക്കറിയില്ല. ആൺകുട്ടികൾ പെൺകുട്ടികൾ അവരെങ്ങനെയാണ് വളർത്തുന്നത് നമുക്ക് അറിയുന്നില്ല. ഒരു പേടിയാണ്. അങ്ങനെ പറഞ്ഞാൽ കുട്ടികൾ പോയാൽ ഉസ്താദേ പോയിക്കോട്ടെ. അള്ളാഹുവിന് പൊരുത്തല്ലാത്ത ഒന്നും നമ്മുടെ കൂടെ വേണ്ട. അള്ളാഹു പൊരുത്തപ്പെട്ടതാണെങ്കിൽ ഒരു ദിവസം തിരിച്ചു വരും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒന്നൊരു കാര്യമില്ല. മൂത്ത മകനാണ് നോഹ് നബിയുടെ മൂത്ത മകനാണ്. ബഹുമാനപ്പെട്ട നോഹ് നബിയുടെ ഇളയ മകനാണ് കനാൻ. ഇളയ മകനാണ്. മൂത്ത മകൻ ഹാം, 2 സാമ്, 3 യാഫസ്, 4 കനാൻ. കനാൻ ഉമ്മാന്റെ കോന്തലമ തൂങ്ങുന്ന കാല. ഒരു വാത്സല്യവുമാണ്. ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് ഒരു വാത്സല്യവുമാണ് നോഹ് നബിക്ക്. ആരോട്? കനാനോട്. അങ്ങനെ കണ്ണിന്റെ മുന്നിൽ കനാൻ അങ്ങോട്ട് ചത്തു. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പറഞ്ഞു, ഇന്ന ബനി മിൻ അഹ്ലി വ ഇന്ന വഅദകൽ ഹഖ് വ അൻത അഹ്കമുൽ ഹകീമീൻ. പടച്ചോനെ, നീ ഒരു കരാർ ചെയ്താൽ നേരെയാകണ്ടേ, സത്യമാകണ്ടേ. എന്റെ കുടുംബം രക്ഷപ്പെടുത്തി തരാം എന്ന് നീ എന്നോട് വാക്ക് പറഞ്ഞതല്ലേ.
തൂഫാൻ ഉണ്ടായാലും എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തി തരാമെന്ന് നീ എന്നോട് വഅദ് ചെയ്തതല്ലേ? ഇന്ന വഅദകൽ ഹഖ്, നിന്റെ കരാറ് നേരാകണ്ടേ? വഅൻത അഹ്കമുൽ ഹാകിമീൻ, നീ അഹ്കമുൽ ഹാകിമീനായ റബ്ബല്ലേ, വിധികർത്താക്കളിൽ ഏറ്റവും നീതിമാനായ വിധികർത്താവല്ലേ? നീ ഇങ്ങനെ വാക്ക് ലംഘിക്കാൻ പാടുണ്ടോ റബ്ബേ എന്ന് ചോദിച്ചു സയ്യിദ്നാ നൂഹ്. അടുത്ത മറുപടി, യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക, യാ നൂഹ്, നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ കുടുംബം തന്നെയല്ല. ആര്? സ്വന്തം മകൻ, നിന്റെ കുടുംബമല്ല. കുടുംബമൊക്കെ കുടുംബമാണ്, പക്ഷെ ഓന് ആളെ പറ്റൂല എന്നല്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഒന്ന് പറയും മനുഷ്യന്മാരെ, നിങ്ങൾ പറഞ്ഞ സ്ഥലത്തുണ്ടാ? പറഞ്ഞത് മനസ്സിലായോ? ഓൻ ആള് നിന്റെ കുടുംബം തന്നെയാണ് നൂഹ്, പക്ഷെ ഓനെ വിട്ടാളെന്നല്ല. ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അത് നിന്റെ കുടുംബം തന്നെയല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹിൻ, സാലിഹ്യങ്ങൾക്ക് സാലിഹ് അല്ലാത്ത കുടുംബാവൂല. വിവരല്ലാതെ വർത്താനം പറയരുത്. നീ ജാഹിലീങ്ങളെ പോലെ സംസാരിക്കരുത് എന്ന് ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. ആര് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞു. ആരോട്? നൂഹിനോട്. പിന്നെന്താ നമ്മള് പോണ്ടൊക്കെ പോയിക്കോട്ടെ എന്നല്ല. എന്താ കണ്ടതിന് മുഴുവനും പൂജിച്ച് നടക്കണ്ട. പടച്ച തമ്പുരാൻ വഴിപ്പെടാത്ത മക്കളെയും പൂജിച്ച് നടക്കണ്ട. നോക്കി എന്താണ് അവിടെ ആയത്ത് കൊടുത്ത അർത്ഥം? ഭയങ്കര വർത്താനല്ലേ പറഞ്ഞത്. അള്ളാഹ് ഇങ്ങനെ പറഞ്ഞൂടെ? ഇന്ന ബിനി മിൻ അഹ്ലി, എന്റെ മകൻ എന്റെ കുടുംബല്ലേ പടച്ചോനെ എന്ന് പറയുമ്പോ അള്ളാഹു തആലക്ക് പറയല്ലേ അവിടെ വേണ്ടത്? എന്ത്? നിന്റെ മകൻ നിന്റെ കുടുംബാന്ന് എനിക്കും അറിയാ, പക്ഷെ ഓനെ രക്ഷപ്പെടുത്താൻ ഞാൻ കരുതാത്തത് കൊണ്ടാണ് ഈ മിണ്ടാതൊക്കെ എന്ന് പറഞ്ഞൂടെ? അള്ളാന്റെ മറുപടി ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവൻ അല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹിൻ, സാലിഹ് അല്ലാത്ത ചെയ്ത് നടക്കുന്ന ഒരുത്തൻ സാലിഹായ നിനക്ക് കുടുംബാവുന്നത് എങ്ങനെയാണ്? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, വിവരല്ലാതെ വർത്താനം പറയരുത്. ആരോടാ പറഞ്ഞത്? പറയും മനുഷ്യന്മാരെ. ഇന്നി അഅ്ലുക അൻ തകൂന മിനൽ ജാഹിലീൻ, ഇന്നി അഅ്ലുക, ഞാൻ നിനക്ക് വഅദ് പറഞ്ഞുതരാ. ആര് പറയാ? അല്ലാഹ് പറയാ. അൻ തകൂന, നീ ആകുന്നതിനെ തൊട്ട്, മിനൽ ജാഹിലീൻ, ജാഹിലീങ്ങൾ വർത്താനം പറയുന്നത്. നൂഹ് അലൈഹിസ്സലാം, സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, ഈ കാരണത്താൽ നൂഹ് നബി 5-ാം സ്ഥാനത്താണ്. നിങ്ങളിന്റെ കൂടെ അല്ല. ഉലുൽ അസ്മിൽ 5-ാം സ്ഥാനത്താണ്. ആര്? നൂഹ് നബി. സത്യത്തിൽ വരവിൽ 1-ാം സ്ഥാനത്താണ്. ഉലുൽ അസ്മ് പറഞ്ഞാൽ 5 ആളല്ലേ? അതിൽ ആദ്യം വന്ന ആളാരാ? നൂഹ് നബി. 2 ഇബ്രാഹിം, 3 മൂസ, 4 ഈസ, 5 മുഹമ്മദ് മുസ്തഫ. അങ്ങനെ വന്നത്. നീ ദറജയോ? ദറജയിൽ 1 മുഹമ്മദ് മുസ്തഫ, 2 ഇബ്രാഹിം, 3 മൂസ, 4 ഈസ, 5 നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. മനസ്സിലായില്ല? എന്ത് കന്നാനോട് വർത്താനം പറഞ്ഞു? നിങ്ങൾ ഇതിന്റെ കൂടെ അല്ലല്ലോ പഠിച്ചോനെ. നിങ്ങൾ ചിന്തിക്ക്. ഉലുൽ അസ്മ് എന്ന് പറഞ്ഞാൽ 5 നബിമാരല്ലേ? ആരൊക്കെ? മുത്ത് നബി, പിന്നെ ഇബ്രാഹിം നബി, പിന്നെ മൂസ നബി, ഈസാ നബി, നൂഹ് നബി. ഈ 5-ല് ആദ്യം കാലഗണന നോക്കുകയാണെങ്കിൽ ആദ്യം വന്ന ആളാരാ? നൂഹ് നബി, പിന്നെ ഇബ്രാഹിം നബി, പിന്നെ മൂസ നബി, പിന്നെ ഈസാ നബി, പിന്നെ മുത്ത് നബി. അങ്ങനെയല്ലേ കാലഗണന നോക്കുകയാണെങ്കിൽ? പക്ഷെ ദറജ അങ്ങനെയല്ല. ദറജ 1 മുഹമ്മദ് നബി, 2 ഇബ്രാഹിം നബി. ഇബ്രാഹിം നബിക്ക് മാറ്റല്ല, വന്നതും 2-ാമൻ. പറയ്, ദർജയും 2-ാമൻ. 3-ാമത്തെ മൂസ നബിക്ക് മാറ്റല്ല, വന്നത് 3-ാമൻ, ദർജയും 3-ാമൻ. ഈസാ നബിക്ക് മാറ്റല്ല, വന്നത് 4-ാമൻ, ദർജയും 4-ാമൻ. 5-ൽ മാറ്റുണ്ട്. 5-ാമതായി വന്നാള് മുത്ത് നബി, എന്നാൽ സ്ഥാനത്തിൽ 1. 1-ാമതായി വന്നാള് നൂഹ് നബി, പക്ഷെ ദർജയിൽ 5-ാമൻ. 5-ാമനാണ് നൂഹ് നബി. എന്റെ കന്നാന് വേണ്ടി വാദിച്ചു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരുപാട് കാരണങ്ങളുണ്ട് 5-ാമതാകാൻ. ഒരു കാരണം ഇതാണ്. ഒരുപാട് കാരണമുണ്ട്. ഒരു കാരണം ഇതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ കണ്ട ഈ തോന്നിയാസൊക്കെ കാട്ടി നടക്കുന്ന മക്കളെ മുഴുവനും വാരിക്കെട്ടി, നമ്മൾ പറഞ്ഞത് അവർ കേൾക്കുന്നില്ലെങ്കിൽ അവരെ മുഴുവനും കൂടെ വാരിക്കെട്ടി നടക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. നന്നാവുകയാണെങ്കിൽ നന്നാവുക, ഇല്ലെങ്കിൽ വണ്ടി വിടുന്ന് പറയാ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഏതായാലും ആഖിർ സമാനിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കും. 5 വക്ത് നിസ്കരിക്കുകയും പടച്ചോനെ പേടിക്കുകയും നട്ടപ്പാതിരക്ക് ദുആ ചെയ്യുകയും
അള്ളാഹുവിന് കൊടുക്കേണ്ട വാജിബാത്തായ കാര്യങ്ങളെ നിർബന്ധമായും അനുഷ്ഠിക്കുകയും ഹറാമിൽ നിന്ന് പൂർണ്ണമായി മാറിക്കുകയും ചെയ്യാം. പൂർണ്ണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി മാറി നിൽക്കുക. അവനവന്റെ അവയവവും ഹറാമ് കൊതിക്കാതിരിക്കുക. അള്ളാഹു അതിനെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കണ്ണായാലും കൈയായാലും ലൈംഗികാവയവം ഒന്ന് ഹറാമ് കൊതിക്കരുത്. നമ്മുടെ അവയവങ്ങൾ ഹറാമ് കൊതിക്കുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത്യാദി കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും എല്ലാവരോടും ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ആഖിർ സമാനാണ്, യാതൊരു സംശയവും വേണ്ട, യാതൊരു സംശയം വേണ്ട. ഇത് ആഖിർ സമാനാണ്. ആയിരക്കണക്കായ ഉദാഹരണങ്ങൾ അതിന് പറയാൻ കഴിയും. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഓരോ ശരീരവും ഞാനും നിങ്ങളും തയ്യാറാകണമെന്ന് വളരെ താഴ്മയായി നിങ്ങളോടെല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് അള്ളാഹു തആല അവനെ പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെ ചേർക്കട്ടെ. وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبأصحابه البدريين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا وسائر بيوت المسلمين كل سم ناقع وداء قامع ووباء قاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء واحتجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق سيدنا محمد وآله الأبرار وأصحابه الأخيار. പടച്ചോനെ റബ്ബേ റഹ്മാനെ, നീ ഞങ്ങൾ രക്ഷപ്പെടുത്തി തരണമേ റബ്ബേ.